അപ്പോൾ ആദ്യമേ ഒരു ഡിസ്ക്ലെയിമർ പറയാം, ഞാനിതിൽ രവിവർമ്മ പെയിൻറ്റിങ്സ് മാറ്റി തിരുത്തി കുറിച്ചു എന്നുള്ള അർത്ഥമൊന്നും വരുന്നില്ല കേട്ടോ. ഹായ് ഹലോ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പുതിയൊരു കാര്യം ട്രൈ ചെയ്ത് നോക്കാൻ പോവാണ്. ആക്രിലിക് പെയിൻറ്റിങ് തന്നെയാണ് കേട്ടോ. ഞാൻ നമ്മുടെ രവി വർമ്മയുടെ ഒരുപാട് പെയിൻറ്റിങ്സ് ഉണ്ടല്ലോ, അതിലൊരു പെയിൻറ്റിങ് ഞാൻ ഇന്ന് വേറൊരു സ്റ്റൈലിൽ ക്രിയേറ്റ് ചെയ്തിട്ട് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. കാരണം നമ്മൾ രവിവർമ്മ പെയിൻറ്റിങ്സ് നമുക്ക് എല്ലാവർക്കും അറിയാം, ഭയങ്കര ഡീറ്റെയിലിങ്ങും കാര്യങ്ങളുള്ള പെയിൻറ്റിങ്സ് ഉണ്ട്, ഭയങ്കര റിയലിസ്റ്റിക് ടച്ചുള്ള പെയിൻറ്റിങ്സാണ് കൂടുതലും. അപ്പോൾ ഒരുപാട് പെയിൻറ്റിങ്സ് ഉണ്ട്, മഹാരാഷ്ട്രൻ ലേഡി, അതുപോലെ ശകുന്തള, ഹംസദമയന്തി, അങ്ങനെ ഒരുപാട് പെയിൻറ്റിങ്സ് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിലൊരെണ്ണം ഞാൻ ഇന്ന് വേറൊരു സ്റ്റൈലിൽ ഒരു അബ്സ്ട്രാക്ട് കൈൻഡ് എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ കുറച്ചും കൂടെ ഒരു ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ട് കുറച്ചും കൂടെ സിംപ്ലിഫൈ ചെയ്തിട്ട് വരയ്ക്കാമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം രവിവർമ്മ പെയിൻറ്റിങ്സ്. പണ്ടൊക്കെ ഞാൻ രവിവർമ്മ പെയിൻറ്റിങ്സിൻ്റെ ഇമേജസ് ഞാൻ കട്ട് ചെയ്ത് സൂക്ഷിക്കുമായിരുന്നു. പണ്ടൊക്കെ നമുക്കിങ്ങനെ ബാങ്കിൻ്റെ കലണ്ടേഴ്സിലൊക്കെ മിക്കതിലും രവിവർമ്മ പെയിൻറ്റിങ്സിൻ്റെ പിക്ചേഴ്സ് ആയിരിക്കും കിട്ടുക. അപ്പോൾ അതൊക്കെ ഞാൻ കട്ട് ചെയ്ത് സൂക്ഷിച്ച് വെക്കാറുണ്ടായിരുന്നു. പിന്നെ ഞാനൊരു 7ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലൊക്കെ ഇങ്ങോട്ട് പഠിക്കുന്ന സമയത്ത് തന്നെ ആദ്യമായിട്ട് രവിവർമ്മ പെയിൻറ്റിങ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമെന്ന്. അത് ചെയ്യുന്നത് മഹാരാഷ്ട്രൻ ലേഡി എന്ന് പറഞ്ഞ ആ ഒരു പിക്ചറാണ് ട്രൈ ചെയ്ത് നോക്കിയത്. ചെയ്തപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി നമുക്ക് പറ്റുന്ന പണിയല്ല അത്, കാരണം അത് ഓരോ ഡീറ്റെയിലിങ്ങും കാര്യങ്ങളുള്ള പെയിൻറ്റിങ് അല്ലേ. അതിനുശേഷം ആ ഉദ്യമമൊക്കെ ഉപേക്ഷിച്ചിട്ട് പിന്നെ ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്താണ് ഞാൻ ഹംസദമയന്തി ട്രൈ ചെയ്യുന്നത്. അപ്പോൾ ഹംസദമയന്തി വരച്ചതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറിയൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് അത് കംപ്ലീറ്റ് ചെയ്തത്. അപ്പോൾ അന്നും നമ്മൾ റീക്രിയേറ്റ് ചെയ്യാൻ പറ്റുമൊന്നുമില്ല, കാരണം അത്രയ്ക്കും ഡീറ്റെയിലിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അന്ന് ആ വീഡിയോ എടുത്തപ്പോൾ, വീഡിയോ റിലീസ് ചെയ്തതിന് ശേഷം എനിക്ക് കുറച്ച് കമൻറ്റ്സ് വന്നത്, ചേച്ചി ഇങ്ങനത്തെ ഒരു ഹംസദമയന്തിയുടെ ട്യൂട്ടോറിയൽ ചെയ്യാമോ എന്നൊക്കെ ചോദിച്ചിട്ട് കമൻറ്റ്സ് വന്നിരുന്നു. പക്ഷേ അത്രയും ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു പെയിൻറ്റിങ് നമ്മൾ ട്യൂട്ടോറിയൽ ചെയ്യുകയാണെങ്കിലും ഒരുപാട് സമയമെടുക്കും, പിന്നെ ലെങ്തി വീഡിയോ ആയി പോവും, പിന്നെ ഒരുപാട് പേഷ്യൻസും വേണം അത്രയും ഡീറ്റെയിലിങ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി. അപ്പോൾ പിന്നെ എനിക്ക് കൂടുതൽ ഈ ഒരു ഫീമെയിൽ ക്യാരക്ടേഴ്സ് വരയ്ക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ആ ഒരു പെയിൻറ്റിങ് ജസ്റ്റ് ഒന്ന് സിംപ്ലിഫൈ ചെയ്തിട്ട് വരച്ചാൽ എങ്ങനെ ഇരിക്കും എന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതൊരു ഡിസ്ക്ലെയിമർ ആദ്യമേ പറയാം കേട്ടോ, ഞാൻ രവിവർമ്മ പെയിൻറ്റിങ്സ് തിരുത്തി മാറ്റിയെന്നൊന്നും അർത്ഥം വരുന്നില്ല. ജസ്റ്റ് ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ എന്നെപ്പോലെ ആഗ്രഹമുള്ളവർ, അതായത് ഇങ്ങനെ ലേഡീസ് ഫീമെയിൽ ക്യാരക്ടേഴ്സൊക്കെ വരയ്ക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് കുറച്ചും കൂടെ എളുപ്പമായിട്ട് സ്കെച്ച് ചെയ്യാനും പെയിൻറ്റ് ചെയ്യാനും ഒക്കെ പറ്റുമല്ലോ. അപ്പോൾ ഇന്ന് ഞാൻ സെലക്ട് ചെയ്യുന്ന പടം എന്ന് പറയുന്നത് ഒരു ലേഡി, ഇങ്ങനെ ഒരു ലഡു ആണോ നാരങ്ങാനോ, ഒരു മിനിറ്റ് നോക്കട്ടെ കേട്ടോ. വുമൻ ഹോൾഡിങ് ഫ്രൂട്ട്, അത് തന്നെയാണ് ഇമേജിൻ്റെ ഈ ഒരു പെയിൻറ്റിങ്ങിൻ്റെ ടൈറ്റിലിൻ്റെ പേര്. അപ്പോൾ ഇത് വളരെ പോപ്പുലർ ആയിട്ടുള്ളൊരു പെയിൻറ്റിംഗ് ആണ്. നമ്മൾ തമിഴ് ആക്ട്രസ് സമന്തയൊക്കെ ഈ ഒരു പെയിൻറ്റിങ്ങിൻ്റെ ആ ഒരു ഇത് റീക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഫോട്ടോസൊക്കെ ഭയങ്കര വൈറലായിരുന്നു ഗൂഗിളിലൊക്കെ. ഇങ്ങനെ അതേ രീതിയിലുള്ള സാരിയും അതേമാതിരി ഇങ്ങനെ സൈഡ് ചെരിഞ്ഞു നിന്നിട്ടുള്ള പോസിൽ ആ ഫ്രൂട്ട് പിടിക്കുന്നതും, അതേപോലെ മഹാരാഷ്ട്രൻ ലേഡി എന്ന് പറഞ്ഞ് ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ കയ്യിൽ കുറച്ച് ഫ്രൂട്ട്സ് പിടിച്ചിരിക്കുന്ന ആ ഒരു ഇമേജ് ചെയ്തിട്ടുള്ളത് ഖുഷ്ബു എന്ന് പറഞ്ഞ ആക്ട്രസ്സാണ്. അപ്പോൾ ഇത് ഭയങ്കരമായിട്ട് വൈറലായിട്ടുള്ള ഫോട്ടോസൊക്കെയാണ് ഇതെല്ലാം. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ വുമൻ ഹോൾഡിങ് ഫ്രൂട്ട് എന്ന് പറഞ്ഞ പെയിൻറ്റിംഗ് ആണ്. അപ്പോൾ ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് ആക്രിലിക് പെയിൻറ്റ്സ് ആണ്. ഞാൻ ഇങ്ങനത്തെ ഒരു ക്യാൻവാസ് ക്ലോത്തിലാണ് പെയിൻറ്റ് ചെയ്യുന്നത്. ഇത് 8x10 ഇഞ്ചസിൻ്റെ സൈസിലാണ്. ഏതൊക്കെ കളേഴ്സാണ് യൂസ് ചെയ്യുക എന്നുള്ളത് ഞാൻ വീഡിയോയിൽ കാണിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഓൾറെഡി ഞാൻ ഇതിന് സ്കെച്ച് ഇട്ട് വെച്ചിട്ടുണ്ട് പെൻസിൽ യൂസ് ചെയ്തിട്ട്. അപ്പോൾ ജസ്റ്റ് ഇത് റഫ് സ്കെച്ചാണ്, അപ്പോൾ ക്യാമറയിൽ പ്രോപ്പറായിട്ട് കാണാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒരു ആക്രിലിക് പെയിൻറ്റ് വെച്ച് ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഔട്ട്ലൈൻസ് ഒന്ന് ഡിഫൈൻ ചെയ്യണമെന്ന് മാത്രം. ഇത് ഓപ്ഷനിലാണ് കേട്ടോ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഡയറക്റ്റ്ലി പെൻസിലുകൊണ്ട് ഔട്ട്ലൈൻ ഇട്ട ശേഷം ഡയറക്റ്റ് കളേഴ്സ് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഞാൻ ജസ്റ്റ് ക്യാമറയിലൊന്ന് പ്രോപ്പറായിട്ട് കാണാൻ വേണ്ടി മാത്രമാണ് ജസ്റ്റ് ഔട്ട്ലൈൻ ഇട്ട് കൊടുക്കുന്നത്. അതിന് ശേഷം നമുക്ക് ഓരോ എലമെൻറ്റ്സ് 1 by 1 കളേഴ്സ് ഫില്ല് ചെയ്യാം. ഞാനിവിടെ ആദ്യം ഹെയറാണ് കളർ ചെയ്യുന്നത്. അതിന് വേണ്ടി ജസ്റ്റ് ബേൺ ടംബർ എന്ന് പറഞ്ഞ ഷെയ്ഡ് വെച്ചിട്ട് ജസ്റ്റ് ആ ഹെയറിൻ്റെ ഭാഗം കംപ്ലീറ്റ്ലി ഫില്ല് ചെയ്യുകയാണ്. ഇപ്പം നമ്മളിവിടെ ഡീറ്റെയിലിംഗ് ഒന്നും സ്റ്റാർട്ട് ചെയ്യുന്നില്ല, ജസ്റ്റ് ഓരോ എലമെൻറ്റ്സിലും ജസ്റ്റ് സോളിഡ് കളേഴ്സ് ഫില്ല് ചെയ്യുകയാണ്. അപ്പോൾ ഇത് തന്നെയാണ് ഇതിൻ്റെ ഒരു രീതി. കുറച്ച് എളുപ്പത്തിൽ നമുക്ക് ചെയ്ത് തീർക്കാൻ പറ്റുന്നൊരു പെയിൻറ്റിംഗ് ആണിത്. ആദ്യം വൺസ് നമ്മളെല്ലാം പ്ലെയിൻ കളേഴ്സ് ഫില്ല് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ഡീറ്റെയിലിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ.
ഇനി ഇതിന് ശേഷം ഞാൻ ഈ ഒരു ക്യാരക്ടറിൻ്റെ ഡ്രസ്സാണ്, സാരിയാണ് കളർ ചെയ്യുന്നത്. അതിനുവേണ്ടി ഞാൻ ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡ് വെച്ചിട്ട് ജസ്റ്റ് നേരത്തെ ചെയ്ത പോലെ തന്നെ ജസ്റ്റ് ഔട്ട്ഫിറ്റ് കംപ്ലീറ്റ്ലി അങ്ങ് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. ശരിക്കുള്ള രവിവർമ്മ പെയിൻറ്റിങ്ങിൽ ഒരു കൈൻഡ് ഓഫ് പീച്ച് കളർ ഷെയ്ഡാണ് കാണിച്ചിട്ടുള്ളത്. ഞാൻ ജസ്റ്റ് ഇവിടെ കുറച്ചും കൂടി എളുപ്പത്തിന് പിങ്ക് കളർ മാത്രമാണ് കൊടുക്കുന്നത്. വൺസ് അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ബ്ലൗസ് പെയിൻറ്റ് ചെയ്യാം. ബ്ലൗസ് പെയിൻറ്റ് ചെയ്യാൻ വേണ്ടി ഞാനിവിടെ യെല്ലോയും വൈറ്റും കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു ലൈറ്റ് യെല്ലോ ഷെയ്ഡായിട്ടാണ് ബ്ലൗസിന് കൊടുക്കുന്നത്. അങ്ങനെ നമുക്ക് ബ്ലൗസും കംപ്ലീറ്റ് ആ ഒരു ഷെയ്ഡ് വെച്ചിട്ട് പ്ലെയിൻലി അങ്ങ് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഈ പെയിൻറ്റിങ്ങിൻ്റെ പ്രൊസീജിയർ ഭയങ്കര സിമ്പിളാണ്. വേറെ ഒന്നും നമ്മൾ ചെയ്യുന്നില്ല. ജസ്റ്റ് ഓരോ കളേഴ്സ് വെച്ചിട്ട് കൊടുത്തിരിക്കുന്ന എലമെൻറ്റ്സിൽ ജസ്റ്റ് കളറ് മൊത്തത്തിലങ്ങ് കൊടുക്കുന്നെന്ന് മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് സ്കിൻ കളർ കൊടുക്കാം. സ്കിൻ കളറിന് വേണ്ടി ഞാനിവിടെ വൈറ്റും യെല്ലോയും റെഡും ബ്രൗണും കൂടെ മിക്സ് ചെയ്തിട്ട് സ്കിൻ ഷെയ്ഡ് ക്രിയേറ്റ് ചെയ്തിട്ട് ജസ്റ്റ് ഫേസ് കംപ്ലീറ്റ്ലി അതുപോലെ കൈയൊക്കെ കംപ്ലീറ്റ്ലി ഫില്ല് ചെയ്യാണ്. ഇനി നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കളർ കൊടുക്കാം. ബാക്ക്ഗ്രൗണ്ടിൽ കളർ കൊടുക്കാൻ ഞാനിവിടെ ഒരു ബ്ലൂ ഷെയ്ഡും വൈറ്റ് ഷെയ്ഡും യൂസ് ചെയ്യുന്നുണ്ട്. ബാക്ക്ഗ്രൗണ്ട് കൂടുതലും ഞാൻ കളർഫുള്ളാക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ ചോയ്സ് അനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ് യൂസ് ചെയ്യാം. അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് റൂൾസ് ഒന്നും ഫോളോ ചെയ്യുന്നില്ല. എനിക്ക് തോന്നിയ കുറച്ച് ബ്രൈറ്റ് കളേഴ്സ് മാത്രം ഞാൻ ബാക്ക്ഗ്രൗണ്ടിൽ റാൻഡംലി ഫില്ല് ചെയ്യുകയാണ്. അപ്പോൾ ഞാനിവിടെ ലെമൺ യെല്ലോ ഷെയ്ഡ് യൂസ് ചെയ്യുന്നുണ്ട്, അതുപോലെ ലൈറ്റ് വയലറ്റ് ഷെയ്ഡ് യൂസ് ചെയ്യുന്നുണ്ട്, ഡാർക്ക് വയലറ്റ് ഷെയ്ഡ് യൂസ് ചെയ്യുന്നുണ്ട്. അതൊരു ട്രാൻസിഷൻ ഷെയ്ഡ് പോലെ ഡാർക്കിൽ നിന്ന് ലൈറ്റായിട്ടാണ് എല്ലാ കളേഴ്സും കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ഏതൊക്കെ കളേഴ്സ് ഉണ്ടോ, ഏതൊക്കെ ബ്രൈറ്റ് കളേഴ്സ് ഉണ്ടോ അതെല്ലാം നിങ്ങൾക്ക് ഇതേ രീതിയിൽ യൂസ് ചെയ്യാവുന്നതാണ്. ഈ രീതിയിൽ തന്നെ ബാക്ക്ഗ്രൗണ്ട് കൊടുക്കണമെന്നൊന്നുമില്ല. ഇത്രയും കളേഴ്സിലും പ്രശ്നമൊന്നുമില്ല. നിങ്ങളുടെ കയ്യിൽ ഏത് ഒരു കളറാണെങ്കിൽ കൂടി അത് ഡാർക്ക് ആൻഡ് ലൈറ്റായിട്ട് ബാക്ക്ഗ്രൗണ്ട് ഒറ്റ കളറിലായാലും ഫില്ല് ചെയ്താൽ മതി. ഇനി നമുക്ക് ഡീറ്റെയിലിങ്സ് സ്റ്റാർട്ട് ചെയ്യാം. അതിനുവേണ്ടി ഞാൻ ആദ്യം ബാക്ക്ഗ്രൗണ്ടിലുള്ള ആ ഒരു ക്ലോത്ത് പീസിന് കുറച്ച് ഫോൾഡാണ് കൊടുക്കുന്നത്. അതിനുവേണ്ടി ആദ്യം കുറച്ച് വൈറ്റ് കൊടുത്തിട്ട് അതിൻ്റെ സൈഡ് മാത്രം പ്രോപ്പർലി ബ്ലെൻഡ് ചെയ്യുകയാണ്. അപ്പോൾ മെയിൻലി ഈ ഒരു പെയിൻറ്റിൽ ഉദ്ദേശിക്കുന്നത് ലൈറ്റ് ആൻഡ് ഷാഡോസ് ആണ്. ഒരു ഭാഗത്തു നിന്ന് ലൈറ്റ് അടിക്കുമ്പോൾ മറ്റേ ഭാഗത്ത് ഷാഡോ വീഴും. ഒരു സൈഡിൽ ലൈറ്റ് കളറും അതിൻ്റെ മറ്റേ സൈഡിൽ ഡാർക്ക് ഷെയ്ഡുമാണ് കൊടുക്കുന്നത്. അങ്ങനെ കൊടുക്കുമ്പോൾ നമുക്ക് ഫോൾഡ് പോലെ, ഇപ്പോൾ സാരിക്കാണെങ്കിൽ ഫോൾഡ് പോലെ നമുക്ക് തോന്നിപ്പിക്കും. ഇപ്പോൾ ഞാൻ സാരിയിൽ ക്രിംസൺ ലേക്ക് എന്ന് പറഞ്ഞ ഷെയ്ഡാണ് ഫോൾഡിന് വേണ്ടി കൊടുക്കുന്നത്. അപ്പോൾ ഒരു സൈഡിൽ ഡാർക്കായിട്ടും മറ്റേ സൈഡിൽ കുറച്ച് വൈറ്റ് മിക്സ് ചെയ്തിട്ട് ബ്ലെൻഡ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കൊരു ഫോൾഡിൻ്റെ ലുക്ക് വരും. ഈ രീതിയിൽ നമുക്ക് സാരിയും ബാക്ക്ഗ്രൗണ്ടിലുള്ള ക്ലോത്തും ഒക്കെ നമുക്ക് ഫില്ല് ചെയ്യാം. ഇതേ രീതിയിൽ തന്നെ നമുക്ക് ഹെയറും കളർ ചെയ്യാം. അപ്പോൾ ഏതെങ്കിലും ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് വെച്ചിട്ട് ജസ്റ്റ് ഡീറ്റെയിലിങ്സ് ചെയ്ത് കൊടുക്കാം. ഏതെങ്കിലും തിൻ റൗണ്ട് ബ്രഷ് വെച്ചിട്ട് നമുക്ക് കണ്ണും മൂക്കൊക്കെ വരച്ചു കൊടുക്കുക. നമ്മൾ കണ്ണും മൂക്ക് മാത്രമേ വരയ്ക്കുന്നുള്ളൂ കേട്ടോ. കാരണം നമ്മൾ അധികം ഈ പെയിൻറ്റിങ് കോംപ്ലിക്കേറ്റഡ് ആക്കുന്നില്ല. വളരെ സിമ്പിളായിട്ട് ജസ്റ്റ് 2 ഐബ്രോസും ചെറുതായിട്ടൊരു മൂക്കും, അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് വരയ്ക്കാം. കൂടുതൽ ഡീറ്റെയിലിങ്ങും കാര്യങ്ങളും നമ്മൾ ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. അത്രേ നമ്മൾ ചെയ്യുന്നുള്ളൂ. പിന്നെ നമുക്ക് കുറച്ച് ലൈറ്റ് ആൻഡ് ഷാഡോസ് ഫേസിൽ കൊടുക്കണം. കുറച്ച് ഡാർക്കായിട്ടുള്ള നമ്മൾ സ്കിൻ കളറിൻ്റെ കുറച്ച് ഡാർക്ക് ഷെയ്ഡ് വെച്ചിട്ട് ഒരു സൈഡിൽ ഷാഡോസ് പോലെ കൊടുക്കണം, മറ്റേ സൈഡിൽ നമ്മൾ ഹൈലൈറ്റ്സ് പോലെയും കൊടുക്കണം. ഈ പെയിൻറ്റിങ്ങിൽ പ്രത്യേകിച്ച് റൂൾസൊന്നും ഞാൻ ഫോളോ ചെയ്യുന്നില്ല. ഒറിജിനൽ പെയിൻറ്റിങ്ങിൽ എന്തൊക്കെ സംഭവങ്ങളുണ്ട്, എന്തൊക്കെ എലമെൻറ്റ്സ് ഉണ്ട്, അത് കഴിയുന്ന രീതിയിലൊക്കെ നമ്മൾ കുറച്ചും കൂടെ സിംപ്ലിഫൈ ചെയ്ത് റീക്രിയേറ്റ് ചെയ്യുന്നതേ ഉള്ളൂ. ഇനി കുറച്ചുകൂടെ നമുക്ക് ഭംഗിയാക്കാൻ വേണ്ടി ആ ബാക്കിലുള്ള ആ ഒരു ക്ലോത്തിനൊക്കെ കുറച്ച് ഡിസൈനിങ്ങും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാം. ഈ ക്ലോത്തൊന്നും ശരിക്കുള്ള പെയിൻറ്റിങ്ങിലില്ല കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്തെന്ന് മാത്രം. ചുമ്മാ ജസ്റ്റ് റാൻഡം എലമെൻറ്റ്സ് ജസ്റ്റ് ആഡ് ചെയ്തെന്നുള്ളൂ. ഇതിന് പ്രത്യേകിച്ച് അർത്ഥവും കാര്യങ്ങളൊന്നുമില്ല. ഇതൊക്കെ ഓപ്ഷനിലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്താൽ മതി, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് എലമെൻറ്റ്സ് ആയാലും ആഡ് ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന സ്റ്റെപ്പാണ് ഈ പെയിൻറ്റിങ്ങിന് ഏറ്റവും ലുക്ക് കൊടുക്കുന്ന ഒരു പ്രൊസീജിയർ. ഏതെങ്കിലും തിൻ റൗണ്ട് ഡീറ്റെയിലിംഗ് ബ്രഷ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് വെച്ചിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളേഴ്സ് യൂസ് ചെയ്തിട്ട് ജസ്റ്റ് അവിടെ ഇവിടെയൊക്കെ ഒന്ന് ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കുക. അവിടെ ഇവിടെയും ഇൻ ദ സെൻസ് ലൈറ്റ് അടിക്കുന്ന ഭാഗത്തൊരു വൈറ്റ് ഷെയ്ഡും
കുറച്ച് ഡാർക്ക്നെസ് വരുന്ന ഭാഗത്ത് ഒരു ഔട്ട്ലൈൻ പോലെ ബ്ലാക്ക് ഷെയ്ഡും കൂടെ കൊടുക്കുകയാണെങ്കിൽ ആ ഒരു പെയിൻറ്റിങ് നിങ്ങൾ എടുത്ത് നിൽക്കുന്ന പോലെ തോന്നും. ഇപ്പം ഞാനിവിടെ ഫേസിലാണെങ്കിലും മൂക്കിലാണെങ്കിലും കണ്ണിലാണെങ്കിലും അതുപോലെ ഹെയറിനാണെങ്കിലും വൈറ്റ് ഔട്ട്ലൈൻ കൊടുക്കുന്നുണ്ട്, ബ്ലാക്ക് ഔട്ട്ലൈനും കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു പെയിൻറ്റിങ്ങിൽ ഇവരുടെ ആ ഒരു ഫീച്ചേഴ്സ്, ആ പെയിൻറ്റിങ്ങിൽ ഓരോ എലമെൻറ്റ്സും എടുത്ത് നിൽക്കുന്ന പോലെ തോന്നിക്കും. ഇപ്പോൾ ഹെയറിലും കൊടുക്കുന്നുണ്ട്, ഓർണമെൻറ്റ്സിലും കൊടുക്കുന്നുണ്ട്, സാരിയിലും കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഓരോ എലമെൻറ്റ്സിനും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഔട്ട്ലൈൻ കൊടുക്കുമ്പോൾ ഈ മൊത്തത്തിൽ ഈ ഒരു പെയിൻറ്റിങ്ങിൻ്റെ ലുക്കേ അങ്ങ് മാറും, നല്ല അട്രാക്റ്റീവായിട്ട് തോന്നുകയും ചെയ്യും. ഓർണമെൻറ്റ്സും കൂടെ വരച്ച് കഴിഞ്ഞാൽ ഈ പെയിൻറ്റിങ് മൊത്തത്തിൽ അങ്ങ് കംപ്ലീറ്റ് ആവും. നമ്മുടെ റെഫറൻസ് ഇമേജിൽ പോലെയുള്ള അതേ ഓർണമെൻറ്റ്സ് വേണമെന്നൊന്നുമില്ല, മാക്സിമം സിംപ്ലിഫൈ ചെയ്തിട്ട് നമുക്ക് റീക്രിയേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ടുള്ള നിങ്ങളുടെ ക്രിയേഷൻസ് എനിക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഇതേമാതിരി രവിവർമ്മ പെയിൻറ്റിങ്സിൻ്റെ വേറെ ഏതെങ്കിലും പെയിൻറ്റിങ്സ് റീക്രിയേറ്റ് ചെയ്ത് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു, ബൈ.